ഹലോ, ഇവന്മാരൊന്നും കിട്ടുന്നില്ലല്ലോ. ഇനി കല്യാണ മണ്ഡപം നമ്മൾ തന്നെ അലങ്കരിക്കേണ്ടി വരുമോ? പുതുമാപ്പിളെ കൊണ്ട് അലങ്കരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതിന് മാപ്പിള ഏട്ടൻ തന്നെയാണെന്ന് ഉറപ്പിക്കാറായില്ലല്ലോ. എന്താ ഇത്ര സംശയം? നിരപരാധിയാണെന്ന് ഏട്ടൻ തെളിയിച്ചാലോ? തെളിയിക്കാനോ? ഈ പട്ടണമഠത്തിൽ നജീബ് ഇവിടെ ഉള്ളപ്പോഴോ കുറച്ച് പൊളിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇതൊന്നും നടന്നു കിട്ടാൻ കാഞ്ചി കാമാക്ഷിക്ക് പട്ടസാരിയും വിളക്ക് നേർന്നിട്ടുണ്ട് ഞാൻ. ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിനക്കെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, പറ്റാൻ പോണേ ഉള്ളൂ. അത് ഒന്നുമില്ല, നീ കേട്ടോന്നേ. ഈ ആതിരയുടെ ജാതകത്തിൽ എന്ത് ദോഷം ഉണ്ടെന്നാ പറഞ്ഞേ? വൈധവ്യ ദോഷം. എന്ന് വെച്ചാൽ നിനക്കധികം ആയുസില്ലെന്ന്. എനിക്കതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ എനിക്കിപ്പോ വിശ്വാസം. എന്താ കാര്യം? നിന്റെ പുന്നാരളി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാ. അയാൾ ഇവിടുന്ന് പോയാൽ നാട്ടാമയും നാട്ടുകാരും ചേർന്ന് നിന്നെ ജീവനോടെ കത്തിക്കും. നിന്നെ മാത്രമല്ല എന്നെയും കത്തിക്കും. എല്ലാം കത്തിച്ചാമ്പല. എന്ത് കത്തിക്കുന്ന കാര്യം പറയണത്? അത് ഈ കല്യാണത്തിന് കഥനയും കരിമരുന്നും കത്തിക്കുന്ന കാര്യം പറഞ്ഞതാ. അയ്യോ ഏട്ടൻ, സത്യം പറയണം, ആ പെണ്ണിനെ കൊണ്ട് അന്ന് അങ്ങനെ പറയിച്ചത് നീയല്ലേ? ഞാനല്ല. പിന്നെന്തിനാ എന്റെ നീക്കങ്ങൾ അറിയാൻ നീ അവനെ ചാരനായിട്ട് അയച്ചത്? ഞാൻ പൂ പറിക്കാനായിട്ട്. അത് നേരത്തെ കാറ്റുവെള്ളം വന്നു പറഞ്ഞു, ഇപ്പൊ പൂ പറിക്കാൻ വന്നു പറഞ്ഞു. കാറ്റുള്ളാന്ന് വിചാരിച്ചു. ദേ, നീ എന്ത് കള്ളക്കളി കളിച്ചാലും ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചെന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണം. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് തോൽവിയല്ല, ജയമാണ്. അതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടന്ന് ഇവൻ ആതിരെ കെട്ടി. അത് ഇവന്റെ ജയമല്ലേ? ഇവൻ ജയിച്ചതല്ല, എന്റെ പെങ്ങൾ എന്നെ തോപ്പിച്ചതാ. ആ പെണ്ണെന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറാൻ വരുന്നതിന്? ബുദ്ധിപരമായിട്ട് ഞാൻ ഇടപെട്ടില്ലായിരുന്നു, ഒറ്റ ഒരുത്തൻ ഇവിടുന്ന് ജീവനോട് പോത്തില്ലായിരുന്നു. അതെ, ചുളുവിനൊരു കാശുകാരി പെണ്ണിനെ സ്വന്തമാക്കാനുള്ള ചാൻസ് വീണ് കിട്ടിയില്ലേ? ഞാനായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് താലിയും കെട്ടിയിട്ട് ഒരു മുതലാർക്കം കൗണ്ടറായിട്ട് ഇവിടെ കഴിഞ്ഞേനെ. അങ്ങനെ ഒരു ആകാശക്കോട്ട ആരും പണിയണ്ട. വേണ്ട, കോട്ട അച്ചുവട്ടം പണിഞ്ഞോ? പണിയല്ല, ചിലരൊക്കെ പണിതത് പൊളിക്കാനാ പോകുന്നത്. പൊളിക്കടാ, സത്യം തെളിയിക്ക്. തെളിയിക്കും. ഒന്നും വേണ്ടാന്ന് വെച്ച് പോകാൻ ഒരുങ്ങിയതാ ഞാൻ. ഇനി ഇതിന്റെ സത്യം തെളിയിച്ചിട്ടേ ഞാൻ പോകൂ. നീയാണ് അവളെ കൊണ്ട് ഈ കള്ളച്ചൂത് കളിപ്പിച്ചതെന്ന് അവള് പറഞ്ഞ ഒരു ഇവന്റ് നടത്താൻ നീ ബാക്കിയുണ്ടാവില്ല. നീ ഉണ്ടാവില്ല. നേരെ ബംഗ്ലാവിലേക്കാ പോയത്. നമ്മൾ പറഞ്ഞ കാര്യമല്ലത് മീനാക്ഷി ഏട്ടനോട് പോയി പറഞ്ഞ. എങ്കിലവന്റെ ആയുസ് ഒറ്റക്കൊമ്പൻ എടുത്തതല്ലോ. നീ പിന്നാമ്പുറത്ത് റോഡിൽ ചെന്ന് മീനാക്ഷിയോട് കാര്യം പറ. നീ എവിടെ പോന്നു? ഞാൻ കൂടെ പോയി പറഞ്ഞു. ഇവിടെ വല്ലടാ. മീനാക്ഷി എവിടെ? മടിയിലിരിക്കണം. ആരുടെയും മടിയിലല്ല, മാടി എന്ന് പറഞ്ഞ മട്ട് പവിട്ടറസ്. നീ വാ. അച്ചുവേട്ടൻ പോയിക്കോ, എനിക്ക് മാടി കയറിയ തല ചുറ്റും. എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ വേണ്ടി കറുപ്പ് ജല ഉടുത്തോണ്ട് വന്നേക്കാണല്ലേ കള്ളി. ദൈവമേ, എന്റെ ഷർട്ട്! നാട്ടാമയ്ക്ക് മുന്നിൽ എനിക്കെതിരെയുള്ള തെളിവ്. എടി, അപ്പൊ എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് നീയാണല്ലേ? എന്തിനാടി ഇത് മോഷ്ടിച്ചത്? എനിക്കിഷ്ടമുണ്ടായിട്ട്. ദേ, കാരണം കുറ്റിക്കിട്ടോർണം പൊട്ടിച്ചാലുണ്ടല്ലോ. ഊരടി ഷർട്ട്. മനസ്സില്ലെങ്കിലോ? നിന്റെ മനസ്സമ്മതമൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. പറയേണ്ടവരുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പള്ളിയിലും കൂടെ പോയി പറയണമെങ്കിൽ ഞാൻ അതിനും റെഡിയാ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഒക്കെ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഓ, അപ്പൊ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട്. സത്യം പറയടി, എന്നെ ചൂണ്ടിക്കാണിച്ചോളാൻ നിന്നോട് പറഞ്ഞതാ നജീബല്ലേ? അല്ല. പിന്നെ ആരടി? സത്യം പറയടി, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? സാക്ഷാൽ കാഞ്ചി കാമാക്ഷി. കാഞ്ചി? എടി, അവിടെ നിൽക്കാൻ. ഇവളെന്നെ കൊണ്ട് കറുപ്പഴിപ്പിച്ചെടുപ്പിക്കുന്ന തോന്നണത്. നീ എന്താ ഇവിടെ? അല്ല, കറുപ്പഴിക്കാൻ. കറുപ്പഴിക്കാനോ? അല്ല, അച്ചുവേട്ടൻ മീനാക്ഷി മടിയില്, അല്ല മാടിയില്. മാടിയില്? അയ്യോ, എന്റെ ഷർട്ട്! അയോഗ്യ പയലേ നീ! അല്ല, ഞാൻ ഈ ഷർട്ട് അഴിക്കാനായിട്ട്. അപ്പൊ ഷർട്ടും പാന്റും അഴിക്കാനുള്ള പുറപ്പാടായിരുന്നല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരുത്തനെ കാവല് നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തോന്നിയാസം കാണിക്കാവുന്നു? എന്റെ പുലികളിയാടാ നീ തൊലിച്ചത്. നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണ് ഇതൊക്കെ? എന്താ ഉണ്ടായത്? താലികെട്ട് കഴിയുന്നതിന് മുമ്പ് വയറ്റിലുണ്ടായതിന്റെ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്റെ ഏകാംബര, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിപ്പോ ദിഗംബരനായ. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നീ എന്താടാ കട്ടിൽ കിടന്ന് നൂലുണ്ടാക്കി കളർ മുക്കായിരുന്നു? ഞാൻ അറിയാതെ അവള് മോഷ്ടിച്ചോണ്ട് വന്ന ഷർട്ട് ഞാൻ തിരിച്ചു വാങ്ങുന്നതിനിടയിൽ കാല് തട്ടി കട്ടിൽ വീണു. അത്രേ ഉള്ളൂ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എഴുന്നള്ളിച്ചത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയായിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ ഷർട്ട് നീ പുഴുകി തന്നോടി.
എന്തായി? എന്താവാൻ? എടാ ഈ മീനാക്ഷി ഉണ്ടല്ലോ, അവള് നമ്മള് വിചാരിച്ച എനമേ അല്ല. അത് അച്ചുവേട്ടന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കവളത്തൊരു പൊട്ട്. അവളുടെ കവളത്തിട്ട് ഞാനൊന്ന് പൊട്ടിച്ചാന്. അല്ല, ഈ കവളത്ത് അവളുടെ പൊട്ടിരിക്കുന്നു. അയ്യേ അയ്യേ, ഇതെങ്ങനെ കവളത്ത് വന്നത്? അത് ആ കട്ടിലിൽ കിടന്നപ്പോ പറ്റിയതായിരിക്കും. ഇതിനിടയ്ക്ക് കട്ടിലും കിടന്നാ? ഈശ്വര, കാത്തു തുഴിച്ചത് മുഴുവൻ അവള് ചോർത്തിയെടുത്താ. ഇനി അങ്ങനെ നിരപരാധി. അതല്ല, ഇത് എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് അവളാ. അത് ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോ കട്ടിലി വീണ് അവിടുന്ന് പറ്റിയതായിരിക്കും. നീ വാ. ഈശ്വര, ഞാൻ ഇതിലേത് വിശ്വസിക്കും? അയാളുമായിട്ട് രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞതാ. ഇനി അത് കള്ളമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ ആയുസ്സിൽ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ആരെങ്കിലും വരുമോ? നമ്മുടെ ശരവണം പോലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ലാളിച്ച് വളർത്തിയതിന്റെ ശിക്ഷ അവള് തന്നത്. ഇനി എന്തിനാണ് അലങ്കാരങ്ങളും ഒരുക്കങ്ങളും ഒക്കെ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. മാപ്പിള മാറിയെന്ന് കരുതി മാനും മാഞ്ചാതി അറിയാതെ മീനാക്ഷിയുടെ കല്യാണം നടത്തുന്നത് മാനക്കേടല്ലേ? ഇനി എന്ത് മാനം? താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചിട്ട് ഒരു കുട്ടിയായിട്ട് ഇട്ടേച്ചു പോയാൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഇട്ടേച്ചു പോവില്ല. ശുണ്ടിക്കാരനാണെങ്കിലും വലിയ തറവാട്ടുകാരനാ, വലിയ പ്രമാണി. ഞാൻ അവിടെ പോയപ്പോ കണ്ടതല്ലേ. എങ്ങനെയെങ്കിലും അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കുക വേണ്ടത്. അല്ലാതെ നാട്ടാമ്മയുടെയും നാട്ടുകാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് അറിഞ്ഞാ പിന്നെ ഉണ്ടാവാൻ പോണ ശിക്ഷയെക്കുറിച്ച് ഓർക്കാത്തതെന്താ? കുടുംബം അടച്ച് ഊര് വലയ്ക്കാൻ പറ്റ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? എന്റെ കാഞ്ചി കാമാക്ഷി, എന്നെ പരീക്ഷിച്ചത് മതിയായില്ലേ നിനക്ക്? നീ സമാധാനമായിരിക്കും. ഞാൻ ഒരു വഴി ആലോചിക്കട്ടെ. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തായി? ആകെ പ്രശ്നമായി. പടച്ചോനെ, ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെന്ന് വല്ലതും പറഞ്ഞു? അതല്ല, പിന്നെ അമ്മയുടെയും മാമന്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞതൊക്കെ കള്ളക്കഥയാണെന്നും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിനൊരെണ്ണം കിട്ടുകയും ചെയ്തു. നന്നായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞങ്ങളുടെതാണോ ചോദിക്കുന്നത്? പിന്നല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത്? എന്ന് പറഞ്ഞാൽ ശരവണന്റെയും മാരിയപ്പന്റെയും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണമെന്ന് മീനാക്ഷി പറഞ്ഞിട്ടല്ലേ ഞങ്ങള്? മാത്രമല്ല, ഏട്ടനെ ഇഷ്ടമെന്ന് മീനാക്ഷി തന്നെയല്ലേ പറഞ്ഞത്? അതെ, ഇനി അവനെ വിടാതെ നോക്കേണ്ടത് മീനാക്ഷിയാ. അയ്യോ, ഞാൻ എങ്ങനെയാ? ഇതിനേക്കാളും വലിയ വിശ്വാമിത്ര മഹർഷി പണ്ട് തപസ് ചെയ്ത് മേനകയെ വീഴ്ത്തിയില്ലേ? മേനകയാണ് വിശ്വാമിത്രനെ വീഴ്ത്തിയത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. ആരാരെ വീഴ്ത്തി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. വീണോ അവർക്കൊരു കുട്ടിയുമായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മീനാക്ഷിയെ പോലെ ഒരു കാഞ്ചീപുരം പട്ടുസാരി കുട്ടിക്ക് അച്യുതൻ കുട്ടിയെ ഈസി ആയിട്ട് വീഴ്ത്താൻ പറ്റും. ഏത് ഒറ്റക്കൊമ്പനെയും നിലയ്ക്ക് നിർത്താൻ ഇത്രയും പോകുന്ന ഒരു തോട്ടി മതി. ആ തോട്ടി വലിക്കുന്ന ഒരു പെണ്ണുകൂടി ആയാൽ പിന്നെ പറയാൻ വേണ്ട. ഇങ്ങനെ കണ്ടം തടിക്ക് മുണ്ടം തടിയായിട്ട് നടന്നാൽ അവള് സത്യം പറയുന്നത് എനിക്ക് പിന്നെ എന്തോന്ന് ചെയ്യണമെന്നാ? സത്യം പറ മോളെ എന്ന് പറഞ്ഞ അവളുടെ കാല് പിടിക്കണോ? പിടിക്കേണ്ടത് കാലിലല്ല. ആദ്യം ഇഷ്ടം കൂടി അവൾ അടുപ്പിച്ചെടുക്കണം. പിന്നെ മെല്ലെ മെല്ലെ നെഞ്ചിനുള്ളിൽ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, നെഞ്ചിനുള്ളിൽ കയറി പറ്റണോന്നാ പറഞ്ഞത്. നെഞ്ചിനുള്ളിലോ? അതെന്തിനാ? എന്നാലേ അവളുടെ ഉള്ളിലുള്ള സത്യങ്ങൾ ചോർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇഷ്ടം കൂടാൻ വേറെ ആളെ തപ്പണം. ഇഷ്ടം കൂടണമെന്ന് പറഞ്ഞാൽ പ്രേമിക്കണമെന്നല്ല, പ്രേമിക്കുന്ന പോലെ അഭിനയിക്കണമെന്ന്. എന്നിട്ട് നല്ല പ്രേമമാണെന്ന് തോന്നിക്കഴിയുമ്പോ സത്യം മുഴുവനും ചോർത്തിയെടുക്കണം. ഹേയ്, അതൊന്നും ശരിയാവില്ല. അവസാനം ശരിക്കുള്ള പ്രേമമായി പോയാൽ അടിക്ക് ഞാൻ ചേട്ടനാ നോക്കില്ല. ഇതാണ് അച്ചുവേട്ടന്റെ കുഴപ്പം. അച്ചുവേട്ടന്റെ സ്ഥാനത്ത് നജീബായിരുന്നെങ്കിൽ അവളെ വളച്ചൊടിച്ച് സകല സത്യങ്ങളും ചോർത്തിയെടുത്തേനെ. 2 തുടം റൊമാൻസ് എടുത്താൽ മുഖത്തൊന്ന് പൂശെന്റെ അച്ചുവേട്ട.